കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. ബണ്ടുകൾ പൊട്ടിച്ച് മലിനജലം കനോലി കനാലിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് മത്സ്യകൃഷിക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കുമുണ്ടായ വൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. ഫിഷറീസ് അഗ്രികൾച്ചർ മലിനീകരണ നിയന്ത്രണ ബോർഡ്, കുഫോസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സംയുക്ത സംഘമാണ് സംഭവത്തിൽ പരിശോധന നടത്തുക. അടുത്തിടെ ഉണ്ടായ ബണ്ട് പൊട്ടിക്കലിനെ തുടർന്ന് മലിനജലം കനാലിലേക്ക് ഒഴുകിയെത്തുകയും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. പുഴയിലെ സ്വാഭാവിക മത്സ്യസമ്പത്തിനും ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പുഴവെള്ളത്തിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂട് കർഷകർക്ക് മാത്രം 18 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതാണ് അധികൃതരുടെ പ്രാഥമിക കണക്ക്. മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകളിലെ 14ഓളം കൂട് കൃഷി യൂണിറ്റുകളെ സംഭവം ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി പൊതുസമിതി രൂപീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് ഇനി ലക്ഷ്യമിടുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ.